കർത്താവേ, ED ആണല്ലോ വരുന്നത്. നമസ്കാരം. കേരള ന്യൂസ് 60 വാർത്തകൾക്ക് വേണ്ടി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. ബെല്ലൈക്കനിൽ ക്ലിക്ക് ചെയ്താൽ മാത്രമാണ് ഞങ്ങളുടെ വാർത്തകളൊക്കെ നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ. എന്തായാലും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായം കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താനും മറന്നു പോകരുത്. വാർത്തയിലേക്ക്. എന്തായാലും മാത്യു കുഴൽനാടന് ഇതിലും വലിയൊരു പണി കിട്ടാനില്ല. എന്തോ വാർത്ത വന്നിട്ടുണ്ട്, ഞാനൊന്ന് വായിച്ച് കേൾപ്പിക്കാം. മാത്യു കുഴൽനാടന്റെ ചിത്രമൊക്കെ ഉണ്ട്. ചിന്നക്കനാലിൽ റിസോർട്ട് നിർമ്മാണത്തിനായി സർക്കാർ ഭൂമി കയ്യേറിയെന്ന കേസിൽ മാത്യു കുഴൽനാടൻ MLA-ക്കെതിരെ ED അന്വേഷണം. സർക്കാർ ഭൂമി അനധികൃതമായി കൈവശം വെച്ചതിന് റവന്യൂ വകുപ്പ് മാത്യു കുഴൽനാടനും സുഹൃത്തുക്കൾക്കുമെതിരെ ഭൂസംരക്ഷണ നിയമപ്രകാരം കേസെടുത്തിരുന്നു. വിജിലൻസ് അന്വേഷണത്തിന് പുറമെയാണ് കേസിൽ ED-യും അന്വേഷണം നടത്തിയത്. വല്ലാത്തൊരവസ്ഥ തന്നെയല്ലേ നമ്മുടെ കുഴൽനാടന്റെ. കുഴൽനാടൻ കുറെ നാള് മാസപ്പടി എന്നൊക്കെ പറഞ്ഞ് നടത്തും. അവസാനം ഇപ്പതാ ED വരെ മൂപ്പരെ ഇങ്ങനെ മൊത്തത്തിൽ വരിഞ്ഞു മുറുകിയിരിക്കുകയാണ്. എന്തൊക്കെ രീതിയിലുള്ള പെരുന്നുണയാണ് മാത്യു കുഴൽനാടൻ അടിച്ചത്. മാസപ്പടി എന്ന് പറയുന്ന ഒരു സംഗതി ആദ്യം ഉണ്ടാക്കിയെടുത്തു. എന്നിട്ട് CMRL കയ്യിൽ നിന്ന് മുഖ്യമന്ത്രിയുടെ മകളുടെ കമ്പനിയായിട്ടുള്ള എക്സാലോജിക്ക് 1.72 കോടി രൂപ മാസപ്പടി മേടിച്ചു. മാത്രമല്ല അതുകൊണ്ട് ഈ പറയുന്ന CMRL വേണ്ടി മുഖ്യമന്ത്രി ചില പരിപാടികളൊക്കെ വഴിവിട്ട് ചെയ്തു കൊടുത്തിട്ടുണ്ട്, അതിന്റെ രേഖ എന്റെ കയ്യിലുണ്ട് എന്നൊക്കെ പറഞ്ഞ് ഒരു 6 മാസക്കാലത്തോളം നമ്മുടെ മാത്യു കുഴൽനാടൻ MLA ഈ നാട്ടിലെ ജനങ്ങളെ മുഴുവൻ വിഡ്ഢികളാക്കി. മാധ്യമങ്ങളെ മുഴുവൻ ക്യാപ്സ്യൂള് കഴിക്കുന്നത് പോലെ 3 നേരവും ഇരുന്ന് എന്ത് ജാതി വിടലായിരുന്നു. ലാപ്ടോപ്പ് എടുക്കുന്നു, A4 സൈസ് പേപ്പർ എടുക്കുന്നു, എന്തൊക്കെയോ ഉയർത്തി കാണിക്കുന്നു, എന്ത് ജാതി ഷോ ആയിരുന്നു. അവസാനം മൂപ്പര് പറഞ്ഞു ഈ മാസപ്പടി വാദമായിട്ട് ബന്ധപ്പെട്ട് വിജിലൻസ് അന്വേഷണം നടത്തണം എന്ന് പറഞ്ഞു. പിന്നീട് പറഞ്ഞു ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് എന്തായാലും ഇവരെല്ലാവരും ഇപ്പൊ തന്നെ അറസ്റ്റ് ചെയ്യണമെന്ന് പറഞ്ഞു. ഇതൊക്കെ ആയിട്ട് ഈ കുറെ എന്റെ രേഖയെന്ന് പറഞ്ഞ സംഭവമൊക്കെ ആയിട്ട് വിജിലൻസ് കോടതിയിലേക്ക് കയറി ചെന്നു. കോടതി മുഴുവൻ പേപ്പറൊക്കെ നോക്കി. ശേഷം അവസാനം എന്താ പറഞ്ഞെന്നറിയോ? രാഷ്ട്രീയ ലക്ഷ്യം വെച്ച് കോടതിയെ സമീപിക്കരുത് മിസ്റ്റർ മാത്യു കുഴൽനാടൻ എന്നാണ് പറഞ്ഞത്. ഇതിൽ നിങ്ങൾ ഉന്നയിച്ച ആരോപണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അല്ലെങ്കിൽ നിങ്ങൾ ഉന്നയിച്ച ആരോപണം ശരിവെക്കുന്ന രീതിയിലുള്ള ഒരു തെളിവുമില്ല എന്ന് പറഞ്ഞ് അത് ഇങ്ങനെ വലിച്ചു വാരി ചവിട്ടി പുറത്താക്കുന്ന കാഴ്ച നമ്മൾ കണ്ടു അല്ലെ. പിന്നീട് തല കുനിച്ച് നടന്ന മാത്യു കുഴൽനാടൻ ഈ നാട്ടിലെ ജനങ്ങളെയും മാധ്യമങ്ങളെയും പറ്റിക്കുകയായിരുന്നു എന്ന് പറഞ്ഞ ഒരു മാധ്യമവും വാർത്ത റിപ്പോർട്ട് ചെയ്തില്ല. കാരണം അതാണ് ഇവിടത്തെ വലതുപക്ഷക്കാരന്, ഇവിടത്തെ UDF നേതാക്കൾക്ക് കിട്ടുന്ന പ്രിവിലേജ്. മുഖ്യമന്ത്രിയുടെ മകൾക്കെതിരെയും അതായത് അദ്ദേഹത്തിനെതിരെയും അദ്ദേഹത്തെ ആക്രമിക്കുക അദ്ദേഹത്തിന്റെ കുടുംബത്തിനെതിരെയും എത്ര മോശമായ എത്ര വൃത്തികെട്ട ആരോപണമാണ് ഉന്നയിച്ചത്. പക്ഷെ അതുകൊണ്ട് എന്താണ് മൂപ്പർക്ക് കിട്ടിയ പണി? കൊടുത്താൽ കൊല്ലത്തും കിട്ടും എന്ന് പറയുന്നത് പോലെ ചിന്നക്കനാലിലെ ഈ വിഷയം അത് ആ സമയത്ത് വലിയ രീതിയിൽ ചർച്ചയാവുകയും പിന്നീട് അതുമായി ബന്ധപ്പെട്ട് അന്വേഷണങ്ങൾ നടക്കുകയും മാത്യു കുഴൽനാടൻ തന്നെ അതായത് പുള്ളി കുഴിച്ച കുഴിയിൽ പുള്ളി തന്നെ വീഴുന്ന കാഴ്ചയൊക്കെ നമ്മൾ കാണുന്ന സാഹചര്യം ഉണ്ടായി അല്ലെ. മാത്രവുമല്ല മാത്യു കുഴൽനാടന്റെ മണ്ഡലമായിട്ടുള്ള മൂവാറ്റുപുഴയിൽ എങ്ങനെയാണ് വികസന പ്രവർത്തനങ്ങൾ എന്നൊക്കെ അറിയാൻ വേണ്ടി കുറെ ആളുകൾ അവിടെ പോയി നോക്കുകയും ചെയ്തു. 24 മണിക്കൂർ മുഖ്യമന്ത്രിക്ക് മകൾക്കെതിരെ ഇങ്ങനെ പല നുണകൾ അടിച്ചുകൊണ്ടിരിക്കുന്നുണ്ടല്ലോ. ഇപ്പൊ ആ നാട്ടിൽ എന്തെങ്കിലും രീതിയിലുള്ള വികസനം നടന്നിട്ടുണ്ടോ എന്നറിയാൻ വേണ്ടി ചെന്നപ്പോ കുണ്ടും കുഴിയും മാത്രമല്ല, മൊത്തത്തിൽ ഒരു രീതിയിലുള്ള വികസനവും ഇല്ല. വികസന മുരടിപ്പിന്റെ ഒരു വലിയ അധ്യായം തന്നെ എല്ലാവർക്കും കാണാൻ സാധിച്ചു. ജനങ്ങളെ അവിടെ പറ്റിച്ചു എന്ന് പറയാതെ വയ്യ. നമ്മുടെ ഈ മാസപ്പടി പോലെ തന്നെ അവിടെയും കുറെ ഗിമ്മിക്ക് നമ്പറൊക്കെ ഇറക്കി അവിടുത്തെ ജനങ്ങളെ നൈസായിട്ട് അങ്ങ് പറ്റിച്ചു. എന്തായാലും 2026 നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ആ നാട്ടിലെ ജനങ്ങൾ അതിനുള്ള ഒരു മറുപടി കൊടുക്കുമായിരിക്കും എന്ന് പ്രതീക്ഷിക്കാം. എന്തോ ആകട്ടെ, ശേഷം ഈ നമ്മുടെ മാത്യു കുഴൽനാടൻ എടുത്തു വെച്ച സംഗതിയുമായിട്ട് ഓടിയതാരാണ്? BJP നേതാവ് ഷോൺ ജോർജ്. നീ അവിടെ ഇരിക്ക്, ഞാൻ കുറച്ചങ്ങ് ഓടട്ടെ എന്ന് പറഞ്ഞ് ഓടി. അവസാനം എന്താണ് ഹൈക്കോടതി പറഞ്ഞത്? പുള്ളിക്ക് SFI അന്വേഷണം നടന്നു കേട്ടോ ആവശ്യം. SFI അന്വേഷണം മൂഞ്ചി. അവസാനം ഹൈക്കോടതി ചെന്നപ്പോ എന്തോന്നടേ ഇനി ഈ പരിപാടിയും പറഞ്ഞ് ഇങ്ങോട്ട് വരരുത്, CMRL-നും എക്സാലോജിക്കിനെതിരെ ഇമാതിരി സംഭവമായിട്ട് ഇങ്ങോട്ട് വരരുതെന്ന് പറഞ്ഞ് അവിടെ നിന്ന് ചവിട്ടി പുറത്താക്കി. അങ്ങനെ മൊത്തത്തിൽ അങ്ങനെ മൂഞ്ചി കുത്തി നിൽക്കുന്ന അവസ്ഥ എന്ന് വേണമെങ്കിലൊക്കെ ഒരു ന്യൂജൻ ഭാഷയിൽ പറയാം. അങ്ങനത്തെ അവസ്ഥയിലാണ് ഷോൺ ജോർജും മാത്യു കുഴൽനാടനും ഉള്ളത്. ഇപ്പോ അങ്ങനെ ഇരിക്കുന്ന ഒരു അവസ്ഥയിലാണ് മാത്യു കുഴൽനാടന് ഇങ്ങനെ ടപ്പേ എന്ന് പറഞ്ഞൊരു അടി കിട്ടിയത്. മാത്യു കുഴൽനാടൻ ഈ വിഷയങ്ങളുടെ തുടക്കം മാസപ്പടിയിൽ നിന്നാണ്. ഈ മാസപ്പടിയുമായിട്ട് രംഗത്തേക്ക് വന്ന് തന്നെ വലിയ പണിയായി പോയല്ലോ എന്ന് ഇപ്പൊ ആലോചിക്കുന്നുണ്ടാവും. അല്ലായിരുന്നെങ്കിൽ ഈ ചിന്നക്കനാലിലെ വിഷയമൊക്കെ ആരും കണ്ടുപിടിക്കില്ലായിരുന്നു എന്നതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത്. നിയമസഭയിലേക്ക് എന്ത് ജാതി കീറുവാടിയായിരുന്നു. മുഖ്യമന്ത്രിയുടെ അടുത്ത് ഇങ്ങനെ ഇരുന്നങ്ങ് വീശാണ് പുള്ളിയിരുന്നിട്ട് അന്ന് നിങ്ങൾ ഇതില്ലേ. അപ്പോഴൊക്കെ മുഖ്യമന്ത്രിയുടെ മറുപടി എന്തായിരുന്നു? എന്റെ കൈ ശുദ്ധമാണ്, എന്റെ മടിയിൽ കനമില്ല, ഏത് അന്വേഷണവും ഞാൻ നേരിടാൻ തയ്യാറാണ് എന്നാണ് പറഞ്ഞത്. എല്ലാ അന്വേഷണങ്ങളും നടത്തി. ഒരു രീതിയിലുള്ള അനധികൃതമായിട്ടോ അല്ലെങ്കിൽ നിയമവിരുദ്ധമായിട്ടോ അല്ലെങ്കിൽ ഒരു അഴിമതിയോ ഇതൊന്നും ചെയ്തിട്ടില്ല എന്ന് തെളിയിക്കപ്പെടുന്ന സാഹചര്യം ഉണ്ടായി. അവസാനം കുട്ടിമാമ പെട്ടുമാമ എന്ന അവസ്ഥയായി. എന്തായാലും
ഇതൊക്കെ മാത്യു കോളാറിനെ ഏൽപ്പിച്ചു കൊടുത്ത ആള് ഒന്നൊന്നര പണിയാണ് കൊടുത്തതെന്ന് പറയാതെ വരുന്നത്. അത് കോൺഗ്രസിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഇടിയാണ്. ഇനി മാത്യു കോളാറിനെ ഇതുപോലെ തകർത്ത് കളയാൻ വേണ്ടി ആരെങ്കിലുമൊക്കെ ഏതെങ്കിലും മിഷന്മാര് കൊടുത്ത പണിയാണോ നമുക്ക് അറിയാൻ പറ്റില്ലല്ലോ. അതാണല്ലോ ഇപ്പോഴത്തെ ഒരു ട്രെൻഡ് അവരുടെ ഇടയിൽ നടക്കുന്നത്. ഒരു ഘട്ടത്തിൽ പോലും ഈ മാസപ്പടി വിവാദവുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് അവിടെ നിയമസഭയിൽ ഇത്തരം വിഷയങ്ങളൊക്കെ ഉന്നയിക്കുമ്പോൾ ഒരിക്കൽ പോലും സതീശനൊന്നും കണ്ടിട്ടില്ല കേട്ടോ. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് പോലും വിശ്വാസം ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ്. അല്ലെങ്കിൽ ഈ കൊടുത്ത ആൾക്കാര് പുള്ളിനെ നൈസായിട്ട് എന്തായാലും പറ്റിച്ചിട്ടുണ്ട് എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇപ്പോ മാസപ്പടി എന്നും പറച്ചിലില്ല, മുഖ്യമന്ത്രി എന്നും പറച്ചിലില്ല, വീണ വിജയനൊന്നും പറച്ചിലില്ല, ഇപ്പൊ ഒരു പറച്ചിലും ഇല്ല. ഇപ്പൊ ആളെ കാണാനേ ഇല്ല. നേരത്തെ ഇങ്ങനെ ഫേസ്ബുക്ക് ലൈവ് ഒക്കെ ആയിട്ട് വരും, എന്നിട്ട് ഇങ്ങനെ ഒരു സംഭവം എടുക്കും, എന്നിട്ട് പറയുന്നത് ഇതെന്താന്ന് നിങ്ങൾക്ക് മനസ്സിലായോ, ഇത് കുഴലല്ല. അതുപോലെ തന്നെ ഒരു ഫോൺ എടുത്ത് നോക്കി കാണിച്ചിട്ടും ഇത് ഫോണല്ല, പേനയുടെ പൊക്കി കാണിച്ചിട്ട് പേനയല്ല എന്ന് പറയുന്ന സാഹചര്യമുണ്ട്. എന്നാൽ ഇതൊക്കെയാണല്ലോ എന്ന് അവിടെ ഇരിക്കുന്ന ഒരു മാധ്യമ പ്രവർത്തകൻ ചോദിക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നില്ല. എല്ലാം അപ്പാടെ വിഴുങ്ങായിരുന്നു. എന്നിട്ട് ഈ പറയുന്ന മാത്യു കുഴൽനാടൻ നടത്തിയ ആരോപണവുമായി ബന്ധപ്പെട്ട നൈറ്റ് അന്തിച്ചർച്ച, അന്തിയല്ലാത്ത ചർച്ച, എന്തൊക്കെ ചർച്ചയായിരുന്നു, എന്തിന്റെ അടിസ്ഥാനത്തിൽ, എന്ത് തെളിവിന്റെ അടിസ്ഥാനത്തിൽ, ആരും ഒന്നും ചോദിച്ചില്ല. അതുകൊണ്ട് മാത്യു കുഴൽനാടൻ കുറച്ചു നാളിങ്ങനെ മാധ്യമങ്ങളിൽ ഇങ്ങനെ നിറഞ്ഞു നിന്നു. അതിനിടയിൽ മൂപ്പരെ KPCC പ്രസിഡന്റ് ആക്കണം എന്ന ഒരു വിഭാഗം, ഇവരിടയിൽ തന്നെയുള്ള ആൾക്കാർ ഇല്ല, പ്രതിപക്ഷ നേതാവാക്കണം, അതായത് 2026 പ്രതിപക്ഷ നേതാവാക്കണമെന്ന് വേറൊരു വിഭാഗം ആളുകൾ. അങ്ങനെയൊക്കെ തുടങ്ങി മാത്യു കുഴൽനാടന്റെ പേരും പൊക്കി പിടിച്ച് മാത്യു കുഴൽനാടൻ മാസഡാ സൂപ്പർഡാ എന്നൊക്കെ പറഞ്ഞ് രംഗത്തേക്ക് വന്നു. പിന്നെ സഭയിലിരുന്ന് എന്തൊക്കെയോ പിച്ചും പെയ്യും പറയാം, അതൊക്കെ BGM വിട്ട് ഈ ഫേസ്ബുക്കിലിട്ട് നല്ല നീക്കലുമായിരുന്നു. പിന്നെയാണ് എല്ലാവർക്കും കാര്യം മനസ്സിലായത്, മൂപ്പർക്ക് ഈ റീൽസിന്റെ പ്രശ്നമാണെന്ന്. അത് റീൽസ് ഇടാൻ വേണ്ടി കുറച്ചിങ്ങനെ ഡയലോഗ് പറയും, ഇങ്ങനെ സെറ്റ് ചെയ്ത് പോകുന്നു. ഇപ്പൊ റീൽസിൽ ഒന്നുമില്ലാത്ത അവസ്ഥയിലാണ് നിലവിൽ നിൽക്കുന്നത്. എന്തായാലും ED അന്വേഷിക്കട്ടെ, അന്വേഷിച്ച് അത്തരത്തിൽ എന്തെങ്കിലുമൊക്കെ നിയമവിരുദ്ധമായി എന്തെങ്കിലും മാത്യു കുഴൽനാടൻ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ വിഷയത്തിലൊക്കെ നടപടി സ്വീകരിക്കട്ടെ എന്നാണ് പറയാനുള്ളത്. ഒരു ജനപ്രതിനിധിയെ സംബന്ധിച്ച് ഇത്തരം ആരോപണങ്ങളൊക്കെ ഉയർന്നു വരുമ്പോൾ മുഖ്യമന്ത്രിയൊക്കെ പറയുന്നത് പോലെ എന്റെ കൈ ശുദ്ധമാണ്, മടിയിൽ കനമില്ല എന്ന് പറയാനുള്ള ഒരു അത്രയെങ്കിലും ഒരു ധൈര്യം വേണമെന്ന് ഒന്ന് പറഞ്ഞു വെക്കുകയാണ്. എന്തായാലും ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് ഇന്ന് ഒരു മാധ്യമത്തിൽ അന്തിച്ചർച്ച ഉണ്ടായില്ല കേട്ടോ. ഇന്ന് ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട ഒരു മാധ്യമ പ്രവർത്തകരും നമ്മുടെ മാത്യു കുഴൽനാടന്റെ അടുത്ത് ചെന്നിട്ട് ഇങ്ങനെ ഈ കോല് പൊക്കി പിടിച്ച് എന്താണ് പറയാനുള്ളത്, പറയൂ എന്നൊന്നും ഒരിക്കലും പറയില്ല കേട്ടോ. മാത്രമല്ല തലക്കെട്ടിൽ പോലും പല രീതിയിലുള്ള വ്യത്യാസം ഉണ്ടാകും കേട്ടോ. അതായത് ED അന്വേഷണമൊന്നും ആയിരിക്കില്ല, അതായത് ED കുടുക്കുന്നു എന്നൊക്കെ പറഞ്ഞായിരിക്കും. ഇനിയിപ്പോ വേറെ ഇടതുപക്ഷ നേതാക്കൾക്കെതിരെയാണ് ഇത്തരം ഒരു കേസ് വന്നിരുന്നെങ്കിൽ എന്തായിരിക്കും അവരുടെ തലക്കെട്ട്, കുടുങ്ങി എന്നൊക്കെ ആയിരിക്കും, ED കുടുക്കി എന്നൊക്കെ ആയിരിക്കും. അങ്ങനെയാണല്ലോ പൊതുവെ പതിവ്. എന്തായാലും ഇവിടെ പ്രതിസ്ഥാനത്ത് ഒരു വലതുപക്ഷ MLA ആയതുകൊണ്ട് നല്ല പ്രിവിലേജ് എന്തായാലും കിട്ടും. മാത്യു കുഴൽനാടൻ നിങ്ങൾ ഭയങ്കര ഭാഗ്യവാനാണ് എന്ന് പറയാതെ വയ്യ. കാരണം ഇതൊന്നും ഇവിടുത്തെ ഒരു മാധ്യമ പ്രവർത്തനം ചർച്ച ചെയ്യാൻ സാധ്യതയില്ല. കാരണം ഇവരിപ്പോ നടത്തുന്നത് ജേർണലിസം ആയതുകൊണ്ട്, പ്രത്യേകിച്ച് നിങ്ങൾക്കൊക്കെ ഈ ഒരു ജേർണലിസത്തിൽ വലിയ വലിയ സ്ഥാനമുണ്ട് എന്ന് പറയാതെ വയ്യ. PR ഏജൻസികളായി മാറിയിരിക്കുകയാണല്ലോ നമ്മുടെ ഇവിടുത്തെ പല മാധ്യമങ്ങളും. അതുകൊണ്ട് നിങ്ങളൊക്കെ വലിയ തോതിൽ തന്നെ രക്ഷപ്പെട്ടിരിക്കുകയാണ് എന്ന് പറയാതെ വയ്യ. എന്തായാലും ഈ ED അന്വേഷണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് മാത്യു കുഴൽനാടന്റെ ഓഫീസിലേക്ക് DYFIയും CPM ഒക്കെ ഒരു പ്രതിഷേധം നടത്താനുള്ള സാധ്യത കൂടി നമുക്ക് തള്ളിക്കളയാൻ പറ്റില്ല. എന്തായാലും നിങ്ങൾ ഇല്ലാത്ത പല സംഭവങ്ങളുടെ പേരിലൊക്കെ കുറെ സമരങ്ങൾ നടത്തിയതാണല്ലോ. എന്തായാലും ഇങ്ങനെ ED ഇങ്ങനെ മണത്ത് കണ്ടുപിടിച്ച് വരുമ്പോ സ്വാഭാവികമായും ഉള്ള ഒരു കാര്യമാണോ അല്ലയോ എന്നൊക്കെ എന്തായാലും അന്വേഷണത്തിന് ശേഷം തെളിയട്ടെ. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് ഒരു പ്രതിഷേധമൊക്കെ നടത്താനുള്ള ഒരു സാധ്യതയും അതുപോലെ തന്നെ അവകാശവും ഈ പറയുന്ന CPMനും DYFIക്കും ഉണ്ട് എന്നുള്ള കാര്യം കൂടി പറഞ്ഞു വെക്കുകയാണ്. എന്തായാലും മാത്യു കുഴൽനാടൻ നിങ്ങൾ ഇതുകൊണ്ടൊന്നും നിർത്തരുത്, പുതിയ പുതിയ ആരോപണങ്ങളായിട്ട് രംഗത്തേക്ക് വരണം, ഇങ്ങനെ ഓരോ വെക്കടവടികളായിട്ട് രംഗത്തേക്ക് വരണം, വേറൊന്നും കൊണ്ടല്ല. അതായത് നിങ്ങൾ ഒരു നല്ല ഒന്നാം തരം ഒരു വക്കീലല്ലേ, അതുകൊണ്ട് വക്കീലായിട്ടുള്ള മാത്യു കുഴൽനാടൻ നിങ്ങളുടെ കഴിവ് പല രീതിയിൽ നിങ്ങൾ തെളിയിച്ചുകൊണ്ടിരിക്കണം എന്ന് പറഞ്ഞു വെച്ചുകൊണ്ട് നിർത്തുകയാണ്. എന്നാലും ഒരു വല്ലാത്ത കുഴൽ തന്നെയായി പോയല്ലോടെ.